വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ടെന്ന് വെച്ചാൽ നമുക്ക് അധികം സാധനങ്ങളൊന്നും കിട്ടുന്നില്ല, റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്ട്സാണ് നമ്മൾ റിവ്യൂ ആയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഇതിൻ്റെ യൂസർ റിവ്യൂവും അതുപോലെ തന്നെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ എല്ലാം വേണ്ട സംഗതി നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്നധികം വലിച്ചു നീട്ടുന്നില്ല. ഇത് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് ബോട്ടിൻ്റെ നിർവാണ അയൺ എന്ന് പറയുന്ന വയർലെസ് ഇയർഫോണാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. 1799 രൂപക്കാണ് ഞാൻ ആമസോണിൽ വാങ്ങിയിരിക്കുന്നത്. എനിക്ക് ഇത് 2 ദിവസം പിടിച്ചത് കിട്ടാനായിട്ട്. ഒരു പ്രാവശ്യം വന്ന് ക്യാൻസലായി പോയി, പിന്നെ രണ്ടാമത് തിരിച്ചു വന്നു. അങ്ങനെ കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. അങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അത് എൻ്റെ ഫോൺ നമ്പറിൻ്റെ ഒക്കെ ഒരു വിഷയം കൊണ്ടിട്ടാണ് അങ്ങനെ ക്യാൻസലേഷൻ്റെ പരിപാടിയൊക്കെ വന്നത്, റിട്ടേൺ പോയി വന്നത്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ സാധനം ഫ്ലിപ്കാർട്ടിലും ആ സെയിം റേറ്റ് കിട്ടി. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞ് 3 രൂപമാർ പിടിച്ചു വരുന്നുണ്ട്. 3 രൂപമാർ പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആമസോണിൽ നിന്ന് എടുത്തത്. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങി പിറ്റേ ദിവസം 1999 സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ നിർവാണ അയൺ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ANC ആണ്. പിന്നെ ANC എല്ലാത്തൊരു മോഡലും കിട്ടും. അതും 1499 രൂപ, 1500 രൂപയ്ക്ക് ആദ്യം കിട്ടും. ഇത് 1800 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റും കിട്ടും, 1 രൂപ കുറവാണേ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് 2023 ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. ബോട്ടിൻ്റെ നിർവാണ അയൺ സീരീസിലെ ഈ ഒരു മോഡൽ പുറത്തിറങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 2024 പക്ഷേ ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2025 ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ സാധനം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ നേരത്തെ ഒന്ന് അൺബോക്സ് ചെയ്താണ്. അപ്പോൾ തുറക്കുമ്പോൾ അധികം സംഗതികളൊന്നുമില്ല, വലുതായിട്ടൊന്നുമില്ല. ഇതിൻ്റെ അകത്തൊരു എന്താ പേപ്പർ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പ്രൊഡക്റ്റ് ഇതാണ് നമ്മുടെ ഐറ്റം. പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഒരെണ്ണം ചാർജറായിരിക്കും. ചാർജർ USB Type-C കേബിളായിരിക്കും. അത് Type-C കേബിൾ വന്നിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇയർഫോൺ അല്ല, നമുക്ക് ഇതിൻ്റെ ആ ഡബ്ബർ ഇളകി പോകുന്നില്ലേ, അത് 4 ഉണ്ട് ഡബ്ബർ. അപ്പോൾ ഈ ഡബ്ബറുണ്ട്, അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പോട്ടെ, പെട്ടിയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പെട്ടി. അപ്പോൾ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇത് 120 hours നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇത് വരുന്നത്, ബാറ്ററി ബാക്കപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഒറ്റ സിംഗിൾ ചാർജിൽ ഏകദേശം 24 മണിക്കൂർ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ ഉള്ളൊരു മോഡലാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ IPX4 വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ മൾട്ടി പോയിൻ്റ് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ എക്കോ മൂഡ്, ബാസ് ആൻഡ് ബാലൻസ്ഡ് ആണ്. പിന്നെ 4 മൈക്കിലാണ് നൽകിയിരിക്കുന്നത്. ഈ NX ടെക്നോളജിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഓഫേഴ്സിലും അത്യാവശ്യം സെയിൽ ചെയ്യുന്നൊരു മോഡലാണ് ബോട്ടിൻ്റെ നിർവാണ സീരീസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ചില സ്പീഡാണെന്ന് നമ്മളെ സ്ലോ ആകാട്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ അകത്തൊരു കവർ ഇട്ടിട്ടുണ്ട്. കവറിൻ്റെ അകത്ത് ഇതിൻ്റെ വാറണ്ടി കാർഡും യൂസർ മാനുവലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ബോട്ടിൻ്റെ എല്ലാത്തിലും രസമുണ്ടല്ലേ, ഈ ഒരു കവറൊക്കെ. ബോട്ടിൻ്റെ ഇവർ കുറച്ച് സ്റ്റിക്കർ ഇടും. സ്റ്റിക്കർ തരുമെന്ന് പറഞ്ഞില്ല, ഇതേതാ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഫോണിൽ ഒട്ടിച്ച് നോക്കാം. ഫോണിൽ ഒട്ടിച്ചല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് നോക്കാം. എനിക്ക് ബോട്ടിൻ്റെ മിക്ക പ്രൊഡക്റ്റിലും എനിക്ക് ഈ സ്റ്റിക്കർ എപ്പോഴും കിട്ടാറുണ്ട്. ഇപ്പോൾ ബോട്ടിൻ്റെ എല്ലാ പ്രൊഡക്റ്റിലും ഉണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 29% ആകുമ്പോൾ 3 തവണ റെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. അതുപോലെ തന്നെ 70% ആകുമ്പോൾ ഗ്രീൻ ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. ഫുൾ ചാർജർ ആകുമ്പോൾ നല്ല ഗ്രീൻ ലൈറ്റ് 5 സെക്കൻഡ് ഫ്ലാഷ് ചെയ്യും. അതൊക്കെ തന്നെ. പിന്നെ പറയുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻറ്റ്, പിന്നെ ടച്ചൊക്കെ ഉണ്ട് ഇതിനകത്ത്. ടച്ചിലാണ് നമുക്ക് ഇത് ചെയ്യുന്നത്, പാട്ട് പ്ലേ ചെയ്യുന്നതും പോസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഇത് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ നല്ല ട്രാഫിക്കിലൊക്കെ പോയി നിൽക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഒരുപാട് ആ ട്രാഫിക്കിൻ്റെ സൗണ്ടൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ പറ്റും. അതാണ് ഈ നോയിസ് ക്യാൻസലേഷൻ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മൈക്കിലാണ്. നമുക്കിനി ഇതിലോട്ട് ആക്കിയിട്ടുള്ള അതും കൂടി കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മൾ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരുടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പൊടിച്ച് കളയാം. അപ്പോൾ നമുക്കിത് വെച്ച് നോക്കാം. വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം അല്ലേ. ചെവിയിൽ വെക്കുമ്പോൾ നല്ല ചെവിയിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ചെവിയിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഫിറ്റാണ്. പിന്നെ ഈ ബോട്ടിൻ്റെ ഈ പഴയ ഐറ്റം തൊട്ട് എല്ലാ ഐറ്റത്തിലും എന്താ പറയുക, ബോട്ടിൻ്റെ ആ ഒരു യു ആർ നൗ കണക്റ്റഡ് വിത്ത് ബോട്ട് റോക്കസ് 450 എന്നൊക്കെ പറഞ്ഞല്ലേ, അത് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഗതിക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ANC മൂഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബീസ്റ്റ് മൂഡ്, അതുപോലെ തന്നെ NX ടെക്ക്, അതുപോലെ സേഫ്റ്റി ക്യാഷൻ, ഫാക്ടറി റീസെറ്റ് കാര്യങ്ങൾ, സ്മാർട്ട് ഫോൺ ഓഫ്. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് എന്താ പറയുക, നമ്മൾ ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ ആ ഫോണിൻ്റെ ബ്ലൂടൂത്തിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സാധനം അപ്പോൾ തന്നെ പെട്ടെന്ന് പെയറാവുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് പെയറാവുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വോയിസ് കേൾക്കാം. പിന്നെ ഇത് അത്യാവശ്യം ഞാൻ കേട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വോയിസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കേൾക്കുന്നത്. വോയിസ് വെച്ചാൽ നമുക്കൊരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലാണ് നമുക്ക് കേൾക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ വേറൊരു സാധനം ഉണ്ടായി. ഇതായിരുന്നു ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് റിയൽമിയുടെ ഒരു പ്രൊഡക്റ്റാണ്.
ഇതും അത്യാവശ്യം തെറ്റില്ല. ഇത് അന്ന് എടുക്കുമ്പോൾ ഏകദേശം 2000 എബോവ് ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിരുന്നത്. അപ്പോൾ ഇതായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ ബോട്ടിൻ്റെ നിർവ്വഹണയിൽ എനിക്ക് തോന്നിയത് സൗണ്ടിനേക്കാൾ കൂടുതൽ ലൗഡിനേക്കാൾ കൂടുതൽ നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഭയങ്കര ലൗഡാണ്, നമുക്ക് നല്ല അക്കമുക്ക അതേപോലത്തെ സീനിൽ നമുക്ക് ഈ സാധനത്തിൽ കേൾക്കാൻ പറ്റും. നമുക്കത് ഇതിലോട്ട് വരുമ്പോൾ ഇച്ചിരി കൂടി നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. നക്കുമുക്ക അങ്ങനെ ഒരു ഇത് പറഞ്ഞാണ്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ വിഷയത്തിൽ തന്നെ മാറുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സാധനം നല്ല റഫായിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കണം അല്ലേ. പിന്നെ എന്താ പറയുക, ഈ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ മറ്റു ദിവസം കൂടി ഡെലിവറി ഒക്കെ നൽകുന്നുണ്ട്. പിന്നെ പറയത്തക്കോണം പവർ ഓൺ ഫസ്റ്റ് ടൈമിലേക്ക് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പവർ ഓൺ ഫസ്റ്റ് ടൈം യൂസേഴ്സ് കാരണം ഞാൻ ശരിക്കും ഇത് വായിച്ച് നോക്കിയില്ല. വായിച്ച് നോക്കണതിന് മുമ്പ് തന്നെ സംഗതി എടുത്ത് നിങ്ങളുടെ അൺബോക്സ് ചെയ്യാനായിരുന്നു. ശരിക്കും പറയുന്നത് ഡിജിറ്റലായിട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് വേണം വീഡിയോ എടുക്കേണ്ടത്. അതിൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ക്യാപ്റ്റീവ് ടച്ച് കൺട്രോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയാണ് ടച്ച് കൺട്രോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ വോയിസിലോട്ട് കേൾക്കാം. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്കിനിയിപ്പോൾ ബ്ലൂടൂത്ത് പെയർ ചെയ്ത് നമുക്ക് ഈ ഒരു മൈക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇൻഡോറിൽ ഈ ഒരു മൈക്കിലല്ലാണ്ട് ഈ ഒരു ബോട്ടിൻ്റെ ഇതിൽ നമുക്ക് സൗണ്ട് കേട്ട് നോക്കാം. അതുപോലെ നമുക്ക് ഔട്ട്ഡോറും പോയിട്ട് ഔട്ട്ഡോറിലും കൂടി ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഇത് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ കാണാം. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് ബോട്ടിൻ്റെ ഈ ഒരു സംഗതിയിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇൻഡോറിലാണ്. ഞാനിപ്പോൾ ഒരു അടച്ച മുറിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മുറിയിൽ അടച്ച മുറിയിൽ ഇരിക്കുമ്പോൾ പോലും എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമുക്കിനി നമുക്ക് ANC നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ANC നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ സൗണ്ട്? പുറമേയുള്ള പിന്നെ സൗണ്ട് അധികം കേൾക്കുന്നില്ല. ചീവിടിഞ്ഞ് വെച്ചൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടിട്ട് നമുക്ക് ANC എത്രത്തോളം പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഔട്ട്ഡോർ പോയിട്ട് നോക്കുമ്പോഴാണ് ANCയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് മാറ്റാം. നെക്സ്റ്റ് മോഡിലോട്ടുള്ള ആംബിയൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി റൈറ്റ് ഇയർ ബോർഡിൽ 100% ടച്ച് ചെയ്യുമ്പോഴാണ് ANC ആക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ് അറിയാൻ പാടാത്തവരോടാണ് ഇത് ചോദിക്കുന്നത്. ലെഫ്റ്റ് കുത്തിയത് ദൂരം തൊട്ട് EQ മോഡ് ചേഞ്ച് ആണെന്ന് പറയുന്നത്. ഇനി ഫാക്ടറി വിസിൽ. ഓക്കെ ANC കൂടി ഇപ്പോഴാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇൻഡോറാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പുറത്ത് അത്യാവശ്യം സൗണ്ട് ഇല്ല. വലിയ സൗണ്ടൊന്നുമില്ല. ജീവിതമൊന്നും കാര്യമില്ല. പടക്കം പൊട്ടിക്കുന്നത് കേൾക്കണ്ട. ന്യൂ ഇയർ ആവാറായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 31 ജാനുവരി അല്ല 31 ഡിസംബർ ലാസ്റ്റിൽ 2024 ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് 2025 ആയിരിക്കും. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നു. ഓക്കെ, ഈ റൂമിൽ നിന്ന് കേൾക്കത്തില്ല. നമുക്ക് പുറത്തോട്ട് നോക്കാം. കമോൺ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ സാധനം ഓൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ANC മോഡ് ആക്റ്റീവ് അല്ല. ഞാൻ റോഡിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? വണ്ടികൾ അധികം പോകണില്ല കേട്ടോ. ഇപ്പോൾ ഇത്ര നേരം വണ്ടി പോകണ്ടേ. അപ്പോൾ ഇനി ANC മോഡിൽ നമുക്ക് ആക്റ്റീവ് ചെയ്യാം. ANC മോഡ് ആയിട്ടുണ്ട്. സൗണ്ടൊക്കെ അത്യാവശ്യം നോയിസ് ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി പോയിട്ടുണ്ട്. സൈക്കിൾ അടിക്കുന്ന സൗണ്ട് കേൾക്കാം. നമുക്കിനി നടന്ന് നോക്കാം. നടക്കുമ്പോഴുള്ള ആ ഒരു ഒച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാം. പിന്നെ ഇത് ബേസിക്കലി പറയുവാണെങ്കിൽ ഇതൊരു സാധാ നമുക്കൊരു വയർലെസ് ഇയർഫോണാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നമുക്ക് പറയാം ANC കൂടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് സംസാരിക്കുമ്പോഴും വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഇതൊരു മൈക്കിനായിട്ടുള്ള പെർഫെക്റ്റ് സാധനം ഇല്ലാത്തതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് നോക്കുകയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ANC മോഡ് അത്യാവശ്യം ഇല്ലാത്തൊരു ഇതാണ് നമുക്ക് മൈക്കിനായിട്ട്. പക്ഷേ ഇവിടെ വിളിച്ചിട്ടില്ലേ, മൈക്കിനായിട്ടുള്ളതല്ല 4 മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ANC മോഡിൽ ഇത്രയും കിട്ടും. നമുക്കിപ്പോൾ റോഡ് കൂടെ നടന്നിട്ടാണ്. ഇപ്പോൾ വണ്ടികളൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വോയിസ് എത്രത്തോളം മാറുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ANC മോഡ് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ആണ്. നോയിസ് ക്യാൻസലേഷൻ അതായത് ഭയങ്കര ട്രാഫിക്കുള്ള സമയത്ത് നമുക്ക് ആരെങ്കിലോട്ടൊക്കെ ഫോൺ വിളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയാണ് ANC മോഡ് പോലത്തെ സംഗതി കൊടുക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് സാധാരണ മൈക്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന മൈക്കിലൊക്കെയാണ് ആവശ്യമുള്ളത്. ഇതിൽ ആവശ്യമുണ്ടോ വെച്ചാൽ ഇതിലും ആവശ്യമുണ്ട്. നമുക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ തരത്തിൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോകുകയാണെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സംസാരിക്കാം. അത്യാവശ്യം കേൾക്കുന്നുണ്ടെന്നുള്ളത് അതാണ് ANC മോഡിൻ്റെ ഗുണം, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. അപ്പോൾ
പിന്നെ ഇത് ശരിക്കും പറഞ്ഞൊരു നമുക്ക് പാട്ടൊക്കെ കേൾക്കാനാണ് മെയിൻ റീസൺ. പാട്ട് കേൾക്കാം, മൂവീസ് കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള വോയിസ് നമുക്ക് കാര്യങ്ങൾ കേൾക്കുന്നതാണ് പാട്ടൊക്കെ കേൾക്കുമ്പോൾ പോലും, പാട്ട് കേൾക്കുമ്പോഴും മ്യൂസിക് കേൾക്കുമ്പോഴും. അപ്പോൾ ഇതിനൊരു കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഒരു ബൈ പറയാമല്ലേ, ബൈ. ഓക്കെ, നിർവ്വാണ അയൺ കണക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ANC എന്ന് പറയുന്നത് കാണിക്കും. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഈ കണക്ഷൻ മീൻസ് കണക്റ്റ് ആവുന്ന സമയത്ത് ആ ഒരു പഴയ ടൂൺ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഫോൺ കോൾസ് അതുപോലെ തന്നെ മീഡിയ ഓഡിയോസും എല്ലാം കാണും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പാട്ടൊന്ന് ഞാൻ ഇതിനകത്ത് കേട്ട് നോക്കാം. പാട്ട് ഞാൻ നേരത്തെ കേട്ട് നോക്കിയാണ്, ഒന്നുകൂടെ കേട്ട് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് തന്നെ വെക്കാമല്ലേ. പിന്നെ ഇത് വെക്കുമ്പോൾ ചെവിന്ന് വെച്ചിട്ട് പ്രൊജക്ഷൻ പോലെ ഇരിക്കണ്ടല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ട് മറ്റേ പാട്ട് വെക്കാം, മോരടി താനാന താന താന മോരടി. എവിടെ മോരടി പ്ലേ സോങ് മോരടി മോരണി അതാണ് മോരണി ബഡാഷ് തരത തത്ത. യോ മോനെ പൊളിയാട്ടാ, തുള്ളാൻ തോന്നുന്നു സാധനങ്ങളോട്. ഞാൻ ആ പാട്ട് പോയതിലോ അതാണ് പാട്ട് വെച്ചിട്ട് പൊളിയാട്ടാ. പുറത്ത് ഉള്ളത് ആ ഹിന്ദിക്കാരൻ്റെ സൗണ്ട് മാറ്റിയിടാം, ആ പെണ്ണിൻ്റെ വോയിസ് ഇടാം. സ്റ്റെപ്പ് ഇടണോ? കൊള്ളാടാ. ഡാൻസ് കളിക്കാൻ തോന്നുന്നത് പൊളിയാട്ടാ, സംഗതി കൊള്ളാം. 100% സാറ്റിസ്ഫൈഡ്. എത്ര നാൾ നിൽക്കുമെന്ന് കണ്ടിരണം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാവും കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് സാധനം നമ്മൾ വെള്ളത്തിലിട്ടൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ഫുൾ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ മറക്കരുത്. ബൈ. ഞാൻ പോയി പാട്ടേക്കട്ടെ. ഇനി വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താണ്ടെ ഞാൻ ഫോൺ എടുത്തു, ബ്ലൂടൂത്ത് എടുത്തു, ബ്ലൂടൂത്തിൽ താണ്ടെ ഇവിടുത്തെ സ്റ്റോൺ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അത് നിർവ്വാണ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഈ സാധനം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. കണക്റ്റ് ആവാൻ നോക്കട്ടെ. ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയി കണ്ടാ. ആദ്യം ആ ഫസ്റ്റ് പുതിയ ഫോണായിട്ട് പേരാവുന്ന ടൈമുണ്ട്. ബാക്കിയൊക്കെ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സാധനം കണക്റ്റായി. അപ്പോൾ സംഗതി കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി ഫുൾ വീഡിയോ വരുന്നതായിരിക്കും.